ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറും. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ, എൻ്റെ സഹപ്രവർത്തകൻ്റെ വീടിന് മുന്നിൽ അതിശയിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. എൻ്റെ ആ അതിശയത്തിന് പിറകിൽ ഒരു കാരണമുണ്ട്. IT ഉദ്യോഗസ്ഥനായ എൻ്റെ ഈ സഹപ്രവർത്തകൻ ഇങ്ങനെയൊരു ലക്ഷ്യത്തിന് പിറകിലായിരുന്നുവെന്ന് ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അദ്ദേഹം ആ മുറി തുറന്ന് എന്നെ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഒരു പഴയ കോഫി റോസ്റ്ററാണ്. പഴമയുടെ ഭംഗിയും ഗാംഭീര്യവും വിളിച്ചോതുന്ന ഒരു വലിയ പഴയകാല റോസ്റ്റർ. ആ റോസ്റ്ററിനെ തൊഴുതുകൊണ്ടെന്ന പോലെ നിൽക്കുന്ന ഇരുഭാഗത്തെ ഭിത്തികളിലും അതിഗംഭീരമായ ചില്ലുകൊണ്ടുള്ള അലമാരകളായിരുന്നു. ആ അലമാരകൾക്കുള്ളിൽ ഇന്ന് ലോകത്തെ പ്രശസ്തമായ കോഫി നിർമ്മാതാക്കളായ രാജ്യങ്ങളിൽ നിന്നുള്ള ഉണക്കിയ കാപ്പിക്കുരുക്കളാണ്. ഈ കാപ്പിക്കുരുക്കൾ ഇങ്ങനെ വലിയ കുപ്പി പോലുള്ള ജാറുകളിൽ ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. ആ ജാറിൻ്റെ പുറത്ത് ആ രാജ്യത്തിൻ്റെ പേരുണ്ട്. കാപ്പിയുടെ ജന്മനാടായ എത്യോപ്യയിൽ നിന്ന്, കൊളംബിയയിൽ നിന്ന്, പനാമയിൽ നിന്ന്, ബ്രസീലിൽ നിന്ന്, അങ്ങനെ ഇന്ന് ലോകത്ത് പേര് കേട്ട എല്ലാ ഇനത്തിൽപ്പെട്ട കാപ്പിക്കുരുക്കളും ഇങ്ങനെ കുപ്പിയിലാക്കി സൂക്ഷിച്ചിരിക്കുകയാണ്. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം എൻ്റെ ഈ സഹപ്രവർത്തകൻ ഇതിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടേയില്ല. അദ്ദേഹം ഒരു പ്രാവശ്യമെങ്കിലും സൂചിപ്പിച്ചെങ്കിൽ നമുക്ക് ഇത്രയും അത്ഭുതവും അതിശയമൊന്നും തോന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെയൊരു സാമ്രാജ്യം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് അന്നാണ് ഞാൻ അറിയുന്നത്. എന്നോട് അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് ഏത് രാജ്യത്തിൻ്റെ കാപ്പിയാണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, ഇത് കൊള്ളാമല്ലോ, ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചാൽ ആ രാജ്യത്തിൻ്റെ കാപ്പി ആ സമയം പൊടിച്ച് കപ്പിലാക്കി തരും. അതിഗംഭീരമായ ആശയം. ഞാൻ പറഞ്ഞു, ഇതൊരു നല്ല രസമുള്ള പരിപാടിയാണ്. അദ്ദേഹം പറഞ്ഞു, ആ രസമാണ് ഭാവിയിൽ എൻ്റെ ബിസിനസ് ആശയം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഇത് തീർച്ചയായിട്ടും വിജയിക്കും. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കൈ ചൂണ്ടി പറയുകയാണ്, എനിക്ക് എത്യോപ്യൻ കാപ്പി മതി. കാരണം കാപ്പിയുടെ ജന്മനാടാണ് എത്യോപ്യ. അവിടെ നിന്നുള്ള കാപ്പിയുടെ രുചി ഒന്നറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, നല്ല സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഷെൽഫ് തുറന്ന് ആ കുപ്പിയിൽ നിന്നും കുറച്ച് ബീനെടുത്ത് ഒരു ചെറിയ ബ്ലെൻഡറിലിട്ട് പൊടിച്ചിട്ട് അവിടെ വെച്ച് തന്നെ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി തരികയാണ്. അങ്ങനെ അതിഗംഭീരമായ ആ ദിവസത്തിന് ശേഷം തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. ജോലിയുടെ തിരക്കുകൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഒരു ദിവസം എന്നോട് പറയുന്നത്, ഞാൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ റിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, എന്താണ് ഇത്രയും പെട്ടെന്ന് റിസൈൻ ചെയ്യുന്നത്? അല്ല, എനിക്ക് എൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ കണ്ടതല്ലേ, എൻ്റെ പാഷൻ അതാണ്. അതിൻ്റെ പിറകെ ഞാൻ പോവുകയാണ്. ഒരു ചെറിയ സ്റ്റോറ് ഡൗൺ ടൗൺ ഏരിയയിൽ തുടങ്ങണം. ഒരു ചെറിയ കട വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ മേഖലയിലേക്ക് തിരിയാനാണ് എൻ്റെ ആഗ്രഹം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും കാലം ജോലി ചെയ്തു, നിങ്ങളുടെ ആഗ്രഹം മാറ്റിവെച്ച് കുടുംബത്തിന് വേണ്ടി പണിയെടുത്തു. ഇനിയുള്ള കാലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കുക. അങ്ങനെ അദ്ദേഹത്തോട് കുറേ സംസാരിച്ചതിന് ശേഷം അവിടെ വെച്ച് ഞങ്ങൾ പിരിയുകയാണ്. സാധാരണ ഈ റിസൈൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ലഞ്ച് കൊടുക്കാറുണ്ട്. ഒരു ചെറിയ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളെല്ലാവരും ഒത്തുകൂടും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. ഒരു ഇമെയിലിൽ എല്ലാം ഒതുങ്ങുകയാണ്. ഇന്നയാൾ ഇത്രാം തീയതി റിസൈൻ ചെയ്യുകയാണ്. ഈ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ അവസാന ദിവസം ഈ ഓഫീസിൽ. ആ ഒരു ഇമെയിൽ കൊണ്ട് ഇത്രയും കാലം ഈ കമ്പനിക്ക് വേണ്ടി പണിയെടുത്ത ഈ മനുഷ്യൻ്റെ ജോലി അവിടെ അവസാനിക്കുകയാണ്. എന്താണെങ്കിലും ഇതിന് പിറകിൽ എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ കുറേ നാളുകൾ കഴിയുന്നു. ജോലിയുടെ തിരക്കേറുകയാണ്. ഈ റിസൈൻ ചെയ്തു പോയ എൻ്റെ ഈ സഹപ്രവർത്തകൻ എൻ്റെ മാനേജറായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം റിസൈൻ ചെയ്തു പോയതിന് ശേഷം ആ വേക്കൻസി അവർ റീഫിൽ ചെയ്തില്ല. അത് ഓപ്പണായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ടീം ലീഡാണ് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ടീം ലീഡ് ഒരു സ്ത്രീയാണ്, ഒരു വെള്ളക്കാരിയാണ്. അവർ വർഷങ്ങളായിട്ട് ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന കാര്യങ്ങളെല്ലാം നിർവഹിച്ചിരുന്നത് അവരായിരുന്നു. അവർ വരുത്തി വെച്ച ചില പ്രശ്നങ്ങളാണ് ഞാനും ഈ റിസൈൻ ചെയ്തു പോയ എൻ്റെ പഴയ മാനേജറും കൂടെ പരിഹരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് പണ്ട് മുതലേ എന്നോടൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇവർ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവർ ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തികളിൽ തെറ്റ് കണ്ട് നമ്മൾ മീറ്റിങ്ങിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ ഉന്നയിക്കുകയാണെങ്കിൽ ഇവരെ കുറച്ച് കാണുന്നതായിട്ടാണ് അവർക്ക് എപ്പോഴും തോന്നുന്നത്. തെറ്റ് കണ്ടാൽ പരിഹരിക്കണം എന്നൊരു ചിന്താഗതി ഉള്ള വ്യക്തിയല്ല. എപ്പോഴും അവർ പറയുന്നതാണ് ശരി, എന്ത് ചെയ്താലും ഞാൻ ചെയ്താലേ ശരിയാകുകയുള്ളൂ എന്നുള്ള തലക്കനമുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ മൈക്രോ മാനേജ് ചെയ്യുന്നത്. അതേസമയം അവർ ചെയ്യുന്ന ജോലിയിൽ എന്തെങ്കിലും തെറ്റ് ആരെങ്കിലും കണ്ടെത്തുകയോ അത് ഉന്നയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടപ്പെടില്ല. ആ സമയത്ത് അവർ വിക്ടിം കാർഡ് ഇറക്കും.
അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവരെ വെച്ച് നോക്കുമ്പോൾ റിസൈൻ ചെയ്തു പോയ എൻ്റെ മാനേജർ തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു. പക്ഷേ വേറെ വഴിയില്ല, അദ്ദേഹം റിസൈൻ ചെയ്തു പോയി. എനിക്ക് ഇവരുടെ കൂടെ ജോലി ചെയ്തേ പറ്റുകയുള്ളൂ. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ അതോറിറ്റിയെ ഓവറായിട്ട് അൺനെസസറി ആയിട്ട് റെസ്പെക്ട് ചെയ്യാറില്ല. നമ്മുടെ തലപ്പത്തിരിക്കുന്നവരെ പറയുന്നതെല്ലാം നമ്മൾ കേൾക്കണം, പക്ഷേ അവരുടെ അടിമയായിട്ട് അവർ പറയുന്നത് എന്തും കണ്ണും പൂട്ടി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ഈഗോ ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നക്കാരനായി മാറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത വരുന്നത്. ഞങ്ങളുടെ ഓഫീസിൻ്റെ ഡയറക്ടർ റിട്ടയർ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് 65 വയസ്സായി. അദ്ദേഹം റിട്ടയർമെൻറ്റ് ഏജിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് വലിയ യാത്രയയപ്പ് കിട്ടി. ഞങ്ങളെല്ലാവരും അതിൽ പങ്കെടുത്തു. അതിനുശേഷമാണ് മറ്റൊരു വാർത്ത വരുന്നത്. പുതിയ ഡയറക്ടർ ചാർജ് എടുക്കാൻ പോവുകയാണ്. അദ്ദേഹം പുറത്തു നിന്ന് വരുന്ന ഒരാളാണ്. ഈ ഓർഗനൈസേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തി. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് ഈ ഓർഗനൈസേഷൻ്റെ അകത്ത് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് പുറത്തുനിന്ന് ഒരു ഡയറക്ടർ? ഈ ചോദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നുണ്ട്. ഞാനും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്താണ് സംഭവം? അങ്ങനെ കുറേ നാളുകൾ കടന്നു പോവുകയാണ്. പുതിയ ഡയറക്ടർ, മാനേജറില്ല, ടീം ലീഡ് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. ഞങ്ങളുടെ ടീം പുതിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ആരോഗ്യ മേഖലയിലെ ടെലിഫോണി ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനും ഈ ടീം ലീഡുമാണ് അതിൻ്റെ പ്രധാന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിൽ മത്സരമാണ് എപ്പോഴും. അവർ ഞാൻ പറയുന്നത് ഒന്നും കേൾക്കില്ല. കാരണം അവരുടെ ഈഗോയാണ് അവരെ നയിക്കുന്നത്. എനിക്കാണെങ്കിൽ പെർഫെക്ഷൻ വേണം. കാര്യങ്ങൾ പ്രത്യേകിച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഞാൻ. ഈ ആരോഗ്യ മേഖലയ്ക്ക് വലിയ വലിയ ക്യാമ്പസുകൾ ഈ പ്രോവിൻസിൻ്റെ പല മേഖലയിലുമുണ്ട്. പ്രോവിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം. ഈ സംസ്ഥാനത്തിൻ്റെ പല മേഖലയിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് പല പല ക്യാമ്പസുകൾ. അതിലൊരു ക്യാമ്പസിലെ ടെലിഫോണി ഇൻഫ്രാസ്ട്രക്ചർ ആധുനിക രീതിയിലാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രോജക്റ്റ്. ഇപ്പം ഞങ്ങൾ 3 ടീമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 3 ടീമാണ് ഇതിനെ നയിക്കുന്നത്. ഓരോ ടീമിനും ഓരോ ക്യാമ്പസുകൾ അസൈൻ ചെയ്യും. അവർ ആ രീതിയിൽ പ്രവർത്തിക്കും. പിന്നെ സെൻട്രലായിട്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്യും. അതൊക്കെയാണ് ഈ പ്രോജക്റ്റിൻ്റെ വിശദ വിവരങ്ങൾ. അങ്ങനെ ഞങ്ങൾ റിക്വയർമെൻറ്റ് മീറ്റിംഗ് തുടങ്ങിയാണ്. അവരുമായിട്ട് സംസാരിക്കുന്നു. അവർക്ക് എന്തൊക്കെയാണ് ആവശ്യങ്ങൾ എന്ന് കേട്ട് മനസ്സിലാക്കുന്നു. ആയിരക്കണക്കിന് മുറികളുണ്ട്, ഹാളുകളുണ്ട്. അവിടെയൊക്കെ ഫോണുകൾ വേണം, ഡിജിറ്റൽ ഫോണുകൾ വേണം, സോഫ്റ്റ് ഫോണുകൾ വേണം. അതൊക്കെ പഠിക്കണം, പരിശോധിക്കണം, എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കണം. അതനുസരിച്ച് വേണം ബഡ്ജറ്റ് തയ്യാറാക്കാനും ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനും. അപ്പോൾ നിലവിൽ 2-3 ക്യാമ്പസുകൾ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒന്നും റിക്വയർമെൻറ്റിൽ ഇല്ലാത്ത ഒരു കാര്യം ഇവർ പറയുന്നുണ്ട്. ആ കാര്യം 2-3 പ്രാവശ്യം ഇവരെടുത്ത് പറയുന്നുണ്ട്. ഞാനത് മിനിറ്റ്സിൽ എഴുതിയിടുന്നുമുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ ഈ ടീം ലീഡുമായിട്ട് പിന്നീട് സംസാരിക്കുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട്, ഇതൊരു റിക്വയർമെൻ്റ് ആണ്. അതിനുശേഷം ഞാൻ ചോദിക്കുന്നുണ്ട്, ആ സ്പെഷ്യൽ റിക്വയർമെൻറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? അവർ പറയുകയാണ്, അതൊരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ഒന്നും അല്ല. നമ്മൾ 2-3 ക്യാമ്പസുകൾ മൈഗ്രേറ്റ് ചെയ്തു. അവിടെയൊക്കെ ആ റിക്വയർമെൻ്റ് ഉണ്ട്. നമ്മൾ അവരോട് പറയും, മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഈ സ്പെഷ്യൽ റിക്വയർമെൻറ്റിന് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുക. ആ ഡോക്യുമെൻ്റ് വെച്ചിട്ട് നിങ്ങൾ ആ റിക്വയർമെൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാൻ പറഞ്ഞു, അത് പോസിബിൾ ആണോ? കാരണം മറ്റുള്ള ബിൽഡിങ്ങുകൾ എന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. ഈ പറയുന്ന വലിയ മുറികളൊന്നുമില്ല. ഇതെന്ന് പറയുന്നത് ഒരുപാട് മുറികളുണ്ട്, ഹാളുകളുണ്ട്. മാത്രമല്ല ഇത് ടൗണിന് പുറത്താണ്. നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് ഓട്ടോമേറ്റ് ചെയ്യാൻ ശ്രമിച്ചൂടെ? എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട്. ഇതാണ് സംഭവം. അവരത് കേട്ട പാതി കേൾക്കാത്ത പാതി തള്ളിക്കളയാണ്. അവർ പറയുകയാണ്, വേണ്ട, അതൊന്നും വേണ്ട, നമ്മൾ നിലവിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ മതി, നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാം. ഞാൻ എന്ത് കാര്യവും ഡോക്യുമെൻ്റ് ചെയ്യും. എൻ്റെ ടെക്നിക്കൽ സജഷനും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വ്യക്തമായിട്ട് മീറ്റിംഗ് മിനിറ്റ്സിൽ എഴുതി ചേർത്തു. കാരണം സീനിയർ ടെക്നിക്കൽ റോളിലുള്ള ഒരു വ്യക്തിയാണ്. ഞാനിത് പറഞ്ഞില്ല എന്ന് പിന്നീട് ആരും പറയാൻ പാടില്ല. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ എന്ത് ചെയ്താലും അത് ഡോക്യുമെൻ്റ് ചെയ്യുക. കാരണം ഇവിടുത്തെ നിയമങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. പിന്നീട് ഒരു ടീം മീറ്റിംഗ് ഉണ്ട്. ആ ടീം മീറ്റിങ്ങിൽ വെച്ചും ഞാൻ ഈ കാര്യങ്ങൾ വ്യക്തമായി
വ്യക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇവരാണ് ടീം ലീഡ്, ഇവരാണ് ആ മീറ്റിംഗ് നയിക്കുന്നത്, ഇവർക്കത് തള്ളിക്കളയാവുന്നേ ഉള്ളൂ. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കാരണം അവരുടെ മനസ്സിൽ ഇവനൊരു ഇന്ത്യക്കാരൻ, ഇവൻ എന്തിനാണ് എന്നെ ഭരിക്കാൻ വരുന്നത്? ഈ വെള്ളക്കാർക്ക്, ചില ആൾക്കാർക്ക്, എൻ്റെ മാനേജർ വളരെ നല്ലൊരു വ്യക്തിയായിരുന്നു, എന്നെ ഒരുപാട് സഹായിച്ച വ്യക്തിയായിരുന്നു, അദ്ദേഹവും ഒരു വെള്ളക്കാരനാണ്, ഇവരും ഒരു വെള്ളക്കാരിയാണ്. എന്നാൽ ഇവർക്ക് ഇവരുടെ പേഴ്സണൽ ഈഗോയാണ് ഇവരുടെ പ്രശ്നം. ഈ വെള്ളക്കാരനായതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആൾക്കാരിൽ ഇവനൊരു ഇന്ത്യക്കാരനാണ്, ഇവൻ എന്തിന് എന്നെ ഉപദേശിക്കുന്നു എന്നൊരു വിചാരമുണ്ട്. അവരുടെ ഈഗോയാണ് അതിന് കാരണം. വേറെ ഒരു രാജ്യക്കാരൻ ഇങ്ങോട്ടേക്ക് കുടിയേറി അവൻ എൻ്റെ തലയിൽ കയറുന്നു എന്നൊരു ചിന്തയായിരിക്കും ഇവരുടെ തലയിൽ പലപ്പോഴും. ആ ചിന്ത ഇവരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ സമ്മതിക്കില്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെയുള്ള ചില വ്യക്തികൾ നമ്മുടെ നാട്ടിലെ പോലെ ദേഷ്യപ്പെട്ട് നോ പറഞ്ഞു പോവില്ല. അവർ ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് തേനും പാലും ഒക്കെ ഒഴുക്കി നമ്മളെ സുഖിപ്പിച്ച് നോ പറയും. അതായത് നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയാവുന്ന വ്യക്തികളാണ് ഇവിടെയുള്ളത്. ഈ അഭിനയമാണ് ഇവരിൽ പലരെയും പല സ്ഥാനങ്ങളിലും എത്തിക്കുന്നത്. പിന്നെ ഇവർക്ക് കൂട്ടു നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇവരുടെ ശിങ്കിടികൾ. നമ്മളായിരിക്കും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതും പല കാര്യങ്ങളും ചെയ്യുന്നതും പൂർത്തിയാക്കുന്നതും, പക്ഷേ ക്രെഡിറ്റും മറ്റും അവർ കൊണ്ടുപോകും. ഇവന്മാർ ഒരു പണിയും ചെയ്യില്ല, പക്ഷേ ഇവരുടെ ശിങ്കിടിയായതുകൊണ്ട് അവർ ക്രെഡിറ്റ് എടുത്തുകൊണ്ട് പോകും. കാരണം അവന്മാരും ഈ വർക്ക് പ്ലേസ് പൊളിറ്റിക്സ് നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന വ്യക്തികളാണ്. ഈ വർക്ക് പ്ലേസ് പൊളിറ്റിക്സ് കളിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പല ലക്ഷ്യങ്ങളിലും എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഒരു ഗുലുമാല് പിടിച്ച സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു സംഭവം നടക്കുകയാണ്. ഈ പറയുന്ന സിറ്റിക്ക് പുറത്തുള്ള ഈ ക്യാമ്പസിൽ ആയിരക്കണക്കിന് മുറികളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവിടെ രാത്രിയിൽ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തി ആക്രമിക്കപ്പെടുകയാണ്. ആ ഭാഗത്ത് ഈ ജംഗികളൊക്കെ ഉണ്ട്. അതായത് ഈ മയക്കുമരുന്നും മദ്യമൊക്കെ കഴിച്ച് തലയ്ക്ക് ബോധമില്ലാത്ത ആൾക്കാർ ഈ ക്യാമ്പസിലൊക്കെ ചിലപ്പം വലിഞ്ഞു കയറും. എന്നിട്ട് എന്തെങ്കിലും കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോയിട്ട് അത് വിറ്റ് അതിൽ നിന്ന് പണം കണ്ടെത്തി ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ ഒരുപാട് കള്ളന്മാരുണ്ട് ഇവിടെ. കള്ളന്മാരെ കൊണ്ട് ഒരു രക്ഷയുമില്ല. കാറ്, സൈക്കിള്, വീട്ടിൽ കയറി മോട്ടിക്കുക, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ കയറി അവിടെയുള്ള സാധന സാമഗ്രികൾ മോട്ടിക്കുക. അങ്ങനെ കള്ളന്മാരുടെ പറുദീസയാണ് ഇവിടെ. കാരണം ഇവിടുത്തെ പോലീസ് ഈ പറയുന്ന രീതിയിൽ വലിയ ആക്ഷൻ ഒന്നും എടുക്കില്ല. അതുകൊണ്ട് തന്നെ കള്ളന്മാർ കയറി മോട്ടിക്കും. അവരതുകൊണ്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഇങ്ങനെയൊക്കെ ജീവിക്കും. ഇതൊക്കെ ഇവിടെ സർവ്വസാധാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു ദാരുണ സംഭവം ഈ പറയുന്ന ക്യാമ്പസിൽ ഉണ്ടാകുകയാണ്. ഇവർ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ പുറകിൽ വന്ന് തലയ്ക്കടിച്ചതിന് ശേഷം റൂം തുറന്ന് എന്തൊക്കെയോ എടുത്ത് മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഇവർ ഈ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ക്ലീനർ ഓടി ഒരു മുറിയിൽ കയറിയതിന് ശേഷം അവിടെ ഇരുന്ന ഒരു ഫോൺ എടുത്ത് 911 വിളിക്കുകയാണ്. ഈ 911 വിളിച്ചു കഴിയുമ്പോൾ ആദ്യം ഈ കോള് പോകുന്നത് ഡിസ്പാച്ചിലേക്കാണ്. ഡിസ്പാച്ചിൽ നിന്നാണ് ഈ കോള് പോലീസിനാണോ ആംബുലൻസിലാണോ പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അവർക്ക് ഈ ലൊക്കേഷൻ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ 911 എമർജൻസി നമ്പറാണ്. എന്തെങ്കിലും അത്യാഹിതമോ അപകടമോ ഒക്കെ വരുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു നമ്പറാണ്. ആ നമ്പർ വിളിച്ചു കഴിയുമ്പോൾ ഡിസ്പാച്ചിലിരിക്കുന്ന ഏജൻറ്റ് ഈ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് ആ അഡ്രസ്സിനോട് അടുത്തുള്ള ഒരു ലോക്കൽ ഫയർ സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലേക്കോ ആണ് ഈ കോള് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഇവരെ സഹായിക്കാനായിട്ട് ആൾ വരുന്നത്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഈ ക്ലീനർ ഫോൺ എടുത്ത് കോൾ ചെയ്യുന്നു. ഈ കോള് ഡിസ്പാച്ചിലെത്തുന്നു. അവർക്ക് ഏത് റൂമാണെന്നോ ഏത് ബിൽഡിംഗ് ആണെന്നോ അങ്ങനെയുള്ള ഇൻഫർമേഷൻ ഒന്നും അവിടെ എത്തിയിട്ടില്ല. ഈ ഏജന്റിന് ആകെ കിട്ടിയത് ഈ ക്ലീനിങ് വ്യക്തി വിളിച്ചപ്പോൾ പറഞ്ഞ അഡ്രസ്സ് മാത്രമാണ്. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവർ ബോധം കെട്ട് താഴെപ്പോയി. അതുകൊണ്ട് ഇവർക്കാകെപ്പാടെയുള്ളത് ഈ മെയിൻ അഡ്രസ്സാണ്. ആ അഡ്രസ്സ് വെച്ച് അതിനടുത്തുള്ള ഒരു ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർ എഞ്ചിൻ ഇവരങ്ങോട്ട് വിടുകയാണ്. അതിനുശേഷം പോലീസും വരുന്നുണ്ട്. ഇവർ ഈ ബിൽഡിങ്ങിൽ എത്തിയതിനു ശേഷം ഈ ബിൽഡിംഗ് മുഴുവൻ അരിച്ചു പെറുകയാണ്. കാരണം ഏത് റൂമിൽ നിന്നാണ് ഇവർ വിളിച്ചത് എന്ന് ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെ കുറേ സമയമെടുത്ത് ഈ സ്ത്രീയെ കണ്ടെത്തി അവരെ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോഴത്തേക്ക് അവർ വളരെയധികം അത്യാസന്ന നിലയിലേക്കായി. ഭാഗ്യത്തിന് അവർ രക്ഷപ്പെട്ടു. പക്ഷേ ഇത് ഒരു വലിയ പ്രശ്നമുണ്ടാക്കി. എൻക്വയറി വന്നു. റിക്വയർമെൻറ്റ്സിനകത്ത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂം നമ്പരും ബിൽഡിംഗ് ലൊക്കേഷനും 911 കോൾ എടുക്കുന്ന വ്യക്തിക്ക് കിട്ടണം. പക്ഷേ അതിവിടെ സംഭവിച്ചിട്ടില്ല. അന്വേഷണം വരുന്നു. ആ സമയത്താണ് ഞാൻ എഴുതിയിട്ട ആ മീറ്റിംഗ് നോട്ട് എന്നെ രക്ഷിക്കുന്നത്. ഞാൻ ഈ ഐഡിയ പ്രപ്പോസ് ചെയ്തതാണ്, ഇത് നമ്മൾ ഉന്നയിച്ചതാണ്. അപ്പം ഞാൻ എഴുതിയ ആ നോട്ടിൽ
വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ റിക്വയർമെൻറ്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ ഈസിയായി. ഈ പഴയ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഫോണിൻ്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും. ഈ സ്റ്റിക്കറിൽ ആ റൂമിൻ്റെ നമ്പർ കാണും, ആ ഹാളിൻ്റെ നമ്പർ കാണും, ആ ബിൽഡിങ്ങിൻ്റെ അഡ്രസ്സും അതൊക്കെ കാണും. ആരോ ഈ സ്റ്റിക്കർ പറിച്ച് കളഞ്ഞിരിക്കുകയാണ്. പിന്നെ അവർക്കറിയത്തില്ല. എന്നും ക്ലീൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ഇവർ പാനിക്കിൽ ഓടിക്കേറിയത് ഏത് റൂമിലാണെന്ന് ഈ ക്ലീനിങ് ലേഡിക്ക് അറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അവരത്രയും സ്ട്രഗിൾ ചെയ്തത്. അങ്ങനെ മുകളിൽ നിന്ന് എൻ്റെ ടീം ലീഡിന് റിട്ടൺ നോട്ടീസ് കിട്ടുകയാണ്, നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ വ്യക്തമായി ചെയ്യണം, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനിയും ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യും. അവർക്കാകെ ദേഷ്യമായി. കാരണം എൻ്റെ ആ മിനിറ്റ്സ്, എൻ്റെ ആ നോട്ടാണ് ഇതിൻ്റെ പ്രധാന തെളിവെന്ന് പറയുന്നത്. കാരണം നമ്മൾ റെക്കമെൻഡ് ചെയ്തു, എന്നിട്ടും ഇവരത് ഇഗ്നോർ ചെയ്തു എന്നൊരു രീതിയായിപ്പോയി. അതാണ് മാനേജ്മെൻറ്റിന് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. അങ്ങനെ ഇവർക്ക് എന്നോടുള്ള ദേഷ്യം വളരെ അധികമായി. വളരെ ചുരുക്കി ഞാൻ എന്താണ് റെക്കമെൻഡ് ചെയ്ത സൊല്യൂഷൻ എന്ന് പറയാം. നമ്മൾ ഒരു ഫോൺ എടുത്ത് ഒരു കോൾ വിളിക്കുകയാണെങ്കിൽ ഈ കോള് സിപ്പ് കമ്മ്യൂണിക്കേഷനായിട്ടാണ് പോകുന്നത്. ഈ ഫോണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്വിച്ചിലാണ്. ആ സ്വിച്ചിന് ഒരു ലൊക്കേഷനുണ്ട്, ആ സ്വിച്ച് പോർട്ടിന് ഒരു ലൊക്കേഷനുണ്ട്. ആ പോർട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് ടീംസ് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അപ്ലോഡ് ചെയ്ത് ആ ലൊക്കേഷൻ ഒരു പോളിസിയിലൂടെ ഈ കോളിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ആരെങ്കിലും 911 എന്ന് ഞെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പോളിസി അപ്ലൈ ചെയ്യും. അങ്ങനെ പോകുന്ന കോളുകളിൽ ഈ ലൊക്കേഷനും കൂടെ അറ്റാച്ച് ചെയ്ത് നമുക്ക് വിടാൻ സാധിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഡിസ്പാച്ചിലിരിക്കുന്ന ഏജൻറ്റിന് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടും. അവർക്ക് ഇവരോട് സംസാരിക്കുക പോലും വേണ്ട. അതാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. പിന്നീട് ഞാനത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതും ഇവരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ പേരെടുത്തു, നമ്മൾ പറഞ്ഞൊരു സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തു, നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്തു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് പോവുകയാണ്. ഞങ്ങളുടെ ടീമിൽ പുതിയൊരു ടീം ലീഡിൻ്റെ വേക്കൻസി ഓപ്പൺ ആകുകയാണ്. എന്നോട് ഒരുപാട് പേര് പറയുകയാണ്, നീ ഈ ജോലിക്ക് വളരെ അർഹരാണ്, നീ അപ്ലൈ ചെയ്യണം. ഞാൻ അപ്ലൈ ചെയ്തു. അതേ സമയം തന്നെയാണ് ഞങ്ങളുടെ ഈ ടീമിലേക്ക് ആ വേക്കൻ്റായി കിടന്ന മാനേജർ പൊസിഷനിലേക്ക് പുതിയൊരാളെ ഹയർ ചെയ്യുന്നത്. ആ മാനേജരും ഈ ടീം ലീഡും ഡയറക്ടറുമാണ് പുതിയ ടീം ലീഡിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പുതിയ ടീം ലീഡായിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഞാൻ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്. കാരണം ഈ വ്യക്തികൾ, ഈ പുതിയ മാനേജർക്ക് ഞാൻ എന്താണെന്നോ, ഞാൻ എന്താണ് ചെയ്തതെന്നോ, ഞാൻ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ടീമിന് കൊടുത്തതെന്നോ ഒന്നും അറിയില്ല. ആകെ അറിയാവുന്നത് ഈ ടീം ലീഡിനാണ്. ഡയറക്ടറുമായിട്ട് നമുക്ക് വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. കാരണം കമ്മ്യൂണിക്കേഷൻ മുഴുവൻ പോകുന്നത് ഈ ടീം ലീഡിൽ നിന്ന് ഈ പുതിയ മാനേജറിലേക്ക്, പുതിയ മാനേജറിൽ നിന്ന് ഡയറക്ടറിലേക്ക്. അതുകൊണ്ട് തന്നെ ഞാനെന്ത് സംഭാവനയാണ് ഈ ടീമിനും ഈ ഓർഗനൈസേഷനും നൽകിയത് എന്ന് പുതിയതായി വന്ന ഈ മാനേജർക്കും ഡയറക്ടർക്കും യാതൊരു പിടിയുമില്ല. ആകെ അറിയാവുന്നത് എൻ്റെ ഈ ടീം ലീഡിനാണ്. അവർക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ ദിവസമെത്തി. ഞാൻ വിചാരിച്ചു ഇവരെ അറിയിക്കാൻ ഒരു മാർഗമുണ്ട്. ഈ നടന്ന സംഭവം ഒരു എക്സ്പീരിയൻസ് ആയിട്ട്, ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അങ്ങ് പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കാര്യം ബോധ്യമാവും. അങ്ങനെ ഈ നടന്ന സംഭവം ഞാൻ ഇവരെ അറിയിക്കുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂ അതിഗംഭീരമായിട്ട് കഴിഞ്ഞു. എങ്ങനെയാണ് ഞാൻ എൻ്റെ സൊല്യൂഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത്, എങ്ങനെയാണ് എമർജൻസി കോൾ സർവീസ് ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്തു. കൈകൊട്ടി, അടിപൊളി. ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വരികയാണ്. വേറൊരാൾക്ക് ടീം ലീഡായിട്ട് ജോലി കിട്ടുകയാണ്. ഈ ടീം ലീഡിൻ്റെ ശിങ്കിടിയായി പ്രവർത്തിച്ച ഒരു പണിയും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ആ ജോലി കിട്ടുകയാണ്. ഇതാണ് വർക്ക് പ്ലേസ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയൊക്കെ ജോലി ചെയ്താലും, എത്ര ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും, ഏത് പ്രോബ്ലം സോൾവ് ചെയ്താലും നിങ്ങൾക്ക് അർഹതയുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഉയർച്ച കിട്ടില്ല, സ്ഥാനക്കയറ്റം കിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മുകളിലുള്ളവരെ പിണക്കാതെ, അവരെ സുഖിപ്പിച്ച്, അവരെ സന്തോഷിപ്പിച്ച്, അവരുടെ കാല് നക്കി അടിമയായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് ഉയർച്ച ലഭിക്കുകയുള്ളൂ എന്ന പാഠം ഞാൻ അവിടെ പഠിക്കുകയാണ്. അതുമാത്രമല്ല, ഈ മുകളിലിരിക്കുന്ന വ്യക്തികൾക്ക് അവർ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഇഷ്ടമല്ല. അവർ ചെയ്തത് തെറ്റാണെങ്കിലും മിണ്ടാതെ, ഉരിയാടാതെ അവർ ചെയ്തത് ശരിയാണ് എന്ന് സമ്മതിച്ചു കൊടുത്താൽ അവിടെയാണ് നിങ്ങളുടെ വിജയം. ഇതാണ് ഇന്ന് ലോകത്തെ പല ഓർഗനൈസേഷൻ്റെയും അവസ്ഥ. ഈ രീതിയിൽ മുന്നോട്ട് പോയാലേ ഇന്ന് വിജയമുള്ളൂ. കാരണം ഈ തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു പ്രശ്നമുണ്ട്. അവരുടെ
ഏറ്റവും വലിയ ഭയം എന്തെന്നറിയുമോ? അവരുടെ തെറ്റുകൾ ലോകം അറിയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റുകൾ മറച്ചു വയ്ക്കാൻ പറ്റുന്നവരെയാണ് ഇവരെപ്പോഴും ജോലിക്കെടുക്കുന്നത്. അവരുടെ കൂടെ നിൽക്കുന്നതും അവർക്ക് ചുറ്റും നിൽക്കുന്നതും അവർക്ക് വിശ്വാസമുള്ളവരായിരിക്കും. തെറ്റുണ്ടെങ്കിലും ആ തെറ്റിന് മുന്നിൽ കണ്ണടയ്ക്കണം, എന്നിട്ട് അത് ശരിയാണ് എന്ന് ലോകത്തെ ധരിപ്പിക്കണം. അവർക്ക് മാത്രമാണ് ഇന്ന് വിജയമുള്ളത്. അങ്ങനെ എൻ്റെ മനസ്സും അടുത്തു. ഞാൻ തീരുമാനിക്കുകയാണ് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പുറത്തു പോകാം. കാരണം ഈ വ്യക്തികൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു ഉയർച്ച ഉണ്ടാവില്ല. ഇത്രയും നല്ലൊരു സാഹചര്യം ഉണ്ടായിട്ടും എനിക്ക് ഈ ജോലി ലഭിച്ചില്ലെങ്കിൽ ഇനിയും ഒരിക്കലും എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പുറത്തു പോവുകയാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഗ്രോസറി ഷോപ്പിൽ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ ആ പഴയ മാനേജറെ ഞാൻ കാണുകയാണ്. ഞാൻ ഹായ് എന്നാണ്ട് വിശേഷം എന്ന് കൈവക്കി ഇങ്ങനെ കാണിച്ചു. അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ ചിരിച്ചുകൊണ്ട് കുറേ സംസാരിച്ചു. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, നീ ഏത് പൊസിഷനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്? അദ്ദേഹം വിചാരിച്ചു ഞാൻ പ്രൊമോഷനൊക്കെ കിട്ടി ഒരു ടീം ലീഡൊക്കെ ആയി കാണുമെന്ന്. കാരണം അദ്ദേഹത്തിന് എൻ്റെ കഴിവിലെ വിശ്വാസമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ മറ്റൊരു ഓർഗനൈസേഷനിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അദ്ദേഹം എൻ്റെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറയുകയാണ്, നിനക്കറിയാമോ ഞാൻ എന്തിനാണ് അവിടെ നിന്ന് റിസൈൻ ചെയ്തതെന്ന്? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ പിന്തുടരാൻ വേണ്ടിയല്ലേ നിങ്ങൾ റിസൈൻ ചെയ്തത്? അതെ, അതൊരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. പക്ഷേ എൻ്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമല്ല ഞാൻ റിസൈൻ ചെയ്തത്. നിനക്കറിയാമോ ആ ഡയറക്ടർ പോസ്റ്റിന് വേണ്ടി, ആ ജോലിക്ക് വേണ്ടി ഞാനും അപേക്ഷിച്ചതാണ്. ഞാൻ വർഷങ്ങളോളം ഈ ഓർഗനൈസേഷനിൽ ജോലി ചെയ്തതാണ് ഇവർക്ക് വേണ്ടി. പക്ഷേ എൻ്റെ അപേക്ഷ നിരസിച്ചിട്ട് അവർ മറ്റൊരാളെ ജോലിക്കെടുത്തു, അവരുടെ ഇഷ്ടക്കാരെ ജോലിക്കെടുത്തു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് പരസ്പരം സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ വച്ച് പിരിയുകയാണ്. ഇതാണ് ഇന്നത്തെ ലോകം.